إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين ഏറെ ബഹുമാനമുള്ള ആദരണീയരായിരിക്കരെ തൻ്റെ പെരുസത്തിരെ വിശ്വാസിനികളായ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായിട്ടിക്കരെ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ, അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്ത് സൂക്ഷിച്ച് ജീവിക്കണോട്ടോ അതേ അവസ്ഥയിലായി റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന നിലക്ക്, സംപ്രീതനാകുന്ന നിലക്ക് ഈ ലോകത്തു നിന്ന് യാത്ര ചൊല്ലണകൂ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണുണ്ടോ, അല്ലാഹുവോട് ദുആയിരക്കണുണ്ടോ. എന്നോടും എല്ലാവരുടെയും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കരെ, വസിയത്ത് ചെയ്യരെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അനുഗ്രഹീതമായ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ദിൽഹിജ്ജ മാസത്തിലേക്ക് നാം കടക്കൊണു പോവുക. ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം ദിൽഹിജ്ജ 1 അതനുസരിച്ച് വലിയ പെരുന്നാൾ ഈ മാസം 17 തിങ്കളാഴ്ചയുമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ ദിൽഹിജ്ജയുടെ ആദ്യത്തെ 10 ചൊല്ലരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടിക്കരെ ദിനരാത്രങ്ങളായിട്ടിക്കർ. ഈ 10 നാളുകളിലുള്ള ഇബാദത്തുകൾ അതുക്ക് തുല്യമായി വേറെ ഇബാദത്തുകളില്ല. ഈ 10 നാളുകളിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകളേക്കാൾ ഏറ്റവും പ്രിയങ്കരമായിട്ടിക്കറ് ഈ 10 നാളിലെ ഇബാദത്തുകൾ. എത്രത്തോളം പണ്ഡിതന്മാർ ചൊല്ലുന്നുണ്ട് ചെന്നെങ്കിൽ റമളാനിലെ അവസാനത്തെ 10 പൂർവകാല സലഫുകളായ പണ്ഡിതന്മാർ 3 10കൾക്ക് അങ്ങ് പ്രാധാന്യം കൽപ്പിക്കാറ്. അതിൽ ഒരു 10 റമളാനിലെ അവസാനത്തെ 10, മറ്റൊരു 10 മുഹറമിലെ ആദ്യത്തെ 10, മറ്റൊന്ന് ഈ നാളെ മുതൽ വരണു പോവുക ദിൽഹിജ്ജയുടെ ആദ്യത്തെ 10കളായിരിക്കും. ഈ ദിൽഹിജ്ജയുടെ നാളെ മുതൽ വരണു പോവുക ഈ 10കൾക്ക് പൂർവകാല സലഫുകളായ പണ്ഡിതന്മാർ റമളാനിലെ അവസാനത്തെ 10കളേക്കാളും ശ്രേഷ്ഠത റമളാനിലെ അവസാനത്തെ 10 പകലിനേക്കാൾ റമളാനിലെ അവസാനത്തെ 10 പകലിനേക്കാളും ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10 പ്രാധാന്യം കൽപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പ്രാധാന്യം, എന്തുകൊണ്ടായിരിക്കാം ആ പ്രാധാന്യമെന്ന് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രസംഗം അവസാനിക്കുന്ന മുന്നോളൂ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ നാളെ മുതലുള്ള 10കളിൽ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സ്തംഭമായ ഹജ്ജ്, ആ ഹജ്ജ് കർമ്മങ്ങളുടെ പ്രധാന ഭാഗങ്ങളെല്ലാം നടക്കുന്നത് ഈ ആദ്യത്തെ 10കളായിട്ടിക്കരുത്. അത് ഞാൻ വളരെ സംക്ഷിപ്തമായ നിലക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലൂടെ അവതരിപ്പിക്കൊണ്ടു പോകണം. വിശദമായിട്ട് അവതരിപ്പിക്കൊണ്ടു സമയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ നടത്തിയ ഹജ്ജത്തുൽ വിദാ, ആദ്യവും അവസാനത്തേതുമായ ആ ഹജ്ജ് ഒരേ ഒരു ഹജ്ജായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത്. ആ ഹജ്ജ് നിർവഹിക്കൊണ്ടു പോകുന്ന കാര്യം ഹിജ്റ വർഷം 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിളംബരം ചെയ്തു, ഞാനിതാ ഈ വർഷം ഹജ്ജിക്ക് പുറപ്പെടുരേ എന്ന് ജനങ്ങളെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. അതൊരു ദിൽഖഅദ മാസത്തിലായിട്ടുണ്ട്. ദിൽഖഅദ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ഇത് അറിഞ്ഞതായിട്ടിക്കരെ സഹാബത്തുൽ കിറാം അങ്ങ് മദീനയിലേക്ക് പിന്നീട് ഒഴുകിയെത്തിയിട്ടാണ്. കാരണം അങ്ങനെ ഒരേ ഒരു ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒട്ടിಗೆ ഹജ്ജ് ചെയ്യണം, അതുപോലെ ഒരു അവസരം, അതുപോലെ ഒരു ഭാഗ്യം കിട്ടണം. അതിനു വേണ്ടി ലോകത്തിൻ്റെ അറബ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അവരിങ്ങനെ ഒഴുകി എത്തുകയാണ്. ആഹ്ലാദിച്ച് സന്തോഷിച്ച് റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സംക്ഷിപ്തമായിട്ട്, വളരെ ബ്രീഫായിട്ട് ആ സംഗതി ഞാൻ ചൊല്ലുന്നത്. ദിൽഖഅദ 25-2 അതൊരു ശനിയാഴ്ച നാളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ളുഹർ നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് ഹജ്ജിനായി പുറപ്പെടുകയാണ്. ദിൽഖഅദ 25 ജനങ്ങളെല്ലാം റസൂലുള്ളാഹിയുടെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും മുന്നിലും പിന്നിലുമായി അണിനിരക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടിക അവിടുത്തെ പത്നിമാർ ബഞ്ഞായിമാറും ഇൻത്ത് അസർ നിസ്കരിക്കര മുന്നോളോ മദീനയിൽ ളുഹർ നിസ്കാരം 4 റക്അത്ത് റസൂൽ നിസ്കരിച്ച് അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ട റസൂൽ ദുൽ ഹുലൈഫ എന്ന സ്ഥലത്തേക്ക് അസർ നിസ്കരിക്കര മുന്നോളൂ എത്തുകയാണ്. അബയാർ അലിയിട്ടാണ് എന്താ അവിടുത്തെ പേര്, ദുൽ ഹുലൈഫ. അവിടെ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസർ നിസ്കാരം 2 റക്അത്ത് ഖസറായി നിസ്കരിക്കറ്. എന്നിട്ട് 2 രാത്രി അവിടെയാണ് കളിച്ചു കൂട്ടുന്നത്. പിറ്റേന്നത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നിസ്കാരത്തിന് മുന്നോളൂ ഹജ്ജിക്ക് വേണ്ടിയുള്ള ഇഹ്റാമിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറെടുക്കറ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളെ മുട്ട വിളിച്ചിട്ട് അവർക്ക് അത്യാവശ്യമായിട്ട് നസീഹത്ത് കൊടുക്കുറു. ഇതാ ഹജ്ജിക്ക് ഞങ്ങൾ പ്രവേശിക്കണമെങ്കിൽ പോകുക, അതൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കണം, ഔപചാരികമായ നിലക്ക് ഇഹ്റാമിൽ പ്രവേശിക്കണം. അത് എങ്ങനെ ഇഹ്റാമിട്ട് ചെന്നെങ്കിൽ എന്തിരെ, അതിൻ്റെ വാജിബാത്ത് എന്തിരെ, അതിൻ്റെ സുന്നത്ത് എന്തിരെ എല്ലാം പഠിപ്പാട്ടി കൊടുക്കുക. അങ്ങനെ ളുഹർ നിസ്കാരത്തിന് മുന്നോളൂ റസൂലുള്ള കുളിച്ചിട്ട് ഇഹ്റാമുക്ക്. എന്നിട്ട് കുളിച്ചതിൻ്റെ ശേഷം റസൂലുള്ളാഹിൻ്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിൻ്റെ ശരീരത്തിനും മുഖത്തുക്കുമെല്ലാം തന്നെ അത്തർ പുരട്ടറ്. കാരണം ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിന് പിന്നെ അത് ഹറാമായി തീരരുത്. അപ്പോൾ കുളിച്ച ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തേക്ക് സുഗന്ധമെല്ലാം പൂശിക്കൊടുക്കുക ആയിഷ റളിയല്ലാഹു അൻഹ. പിന്നീട് റസൂലുള്ള ഇഹ്റാമിലെ വസ്ത്രം ധരിക്കറ്. 2 വസ്ത്രമാണ്, ഒരു തുണി ഉടുക്കുറു, ഒന്നിങ്ങനെ തല മറക്കാത്ത നിലക്ക് ഇങ്ങനെ പുതക്കറ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നിസ്കാരം അവിടെ വെച്ച് അബയാർ അലി ദുൽ ഹുലൈഫയിൽ വെച്ച് 2 റക്അത്ത് ഖസറായിട്ട് നിസ്കരിക്കറ്. എന്നിട്ട് തൻ്റെ കൂടെ വാഹനം കൊണ്ട്, വാഹനത്തിലാണ് ഖസ്വാ എന്ന് പറയുന്ന വാഹനത്തിലാണ് റസൂൽ വന്നത്. ഒരു ഒട്ടകമായിരുന്നു. ആ ഖസ്വാ എന്ന ഒട്ടകത്തിന് പുറത്ത് കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലേക്ക് പ്രവേശിക്കറ്. ഉംറയും ഹജ്ജും ഒട്ടികയുള്ള ആ ഹജ്ജിൻ്റെ ഒരു രൂപം ഖിറാൻ എന്നാണ് ഇത് ചൊല്ലുന്നത്. ആ രൂപമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ വഹജ്ജാ എന്ന് ചൊല്ല് ഇഹ്റാമിൽ പ്രവേശിച്ചു. പിന്നീട് യാത്രയായി തൽബിയത്തുമായി ഉറക്കെ തൽബിയത്ത് ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും അതാ മക്കയെ ലക്ഷ്യമാക്കി അള്ളാഹുവിനെ ആരാധിക്കാൻ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട കഅബാലയത്തെ തീർത്ഥാടനം ചെയ്യാനൊക്കെ വേണ്ടി അവിടുന്ന് യാത്രയാവുകയാണ്. റസൂലുള്ള യാത്രയാകുമ്പോൾ വഴിയിലും ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിൽഖഅദ 25 പുറപ്പെട്ട റസൂൽ ദിൽഹിജ്ജ 4 റസൂലുള്ള മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുകയാണ്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുകയാണ്. അതൊരു ഞായറാഴ്ച ദിവസമായിട്ട് അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചതിന് ശേഷം റസൂലുള്ള തവാഫ് നിർവഹിക്കുന്നു, സഅയ് നിർവഹിക്കുന്നു. അങ്ങനെ സഅയ് തവാഫെല്ലാം നിർവഹിച്ച് ഉംറയെല്ലാം നിർവഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കഴിച്ചു കൂടുകയാണ്. 4 ദിവസം, ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, ഈ 4 ദിവസം റസൂലുള്ള അവിടെ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ കഴിച്ചു കൂട്ടി. പിന്നെ വ്യാഴാഴ്ച ദിവസം യൗമുൽ ഖമീസ് ദിൽഹിജ്ജ 8 യൗമുൽ തർവിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് അതേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മിനയെ ലക്ഷ്യമാക്കി മിനയിലേക്ക് നീങ്ങുകയാണ്. ഹജ്ജിന്റെ കർമ്മം ആരംഭിക്കുകയാണ്. ഹജ്ജിന്റെ കർമ്മം ആരംഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിലേക്ക് നീങ്ങി. റസൂലിന്റെ കൂടെയുള്ള സഹാബത്തും അനുയായികളും അങ്ങനെ മിനയിൽ കഴിച്ചു കൂട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയിൽ ളുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം, മഗ്രിബ് നിസ്കാരം, ഇശാ, പിറ്റേന്നത്തെ സുബ്ഹി എല്ലാം മിനയിൽ. എപ്പോ? ദിൽഹിജ്ജ 8 അന്ന്. ഏത് ദിവസമാണ്? അതൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു.
ഓരോ നിസ്കാരവും അതതിൻ്റെ സമയത്താണ് നിസ്കരിച്ചത്. കസറായിട്ടാണ് 4 റക്അത്തുള്ള നിസ്കാരം കസറായിട്ട്, ജംഅ ആക്കിയിട്ടില്ല. എന്നെങ്കിൽ ളുഹ്റും അസ്റും ഒട്ടികയാക്കിയിട്ടില്ല. സഫർകാരായ നിലക്കാൻ ആക്കാമായിരുന്നു, പക്ഷേ റസൂലുള്ള ആക്കിയിട്ടില്ല. ഇവിടെ റസൂലുള്ളാന്റെ ഇത്തിബാ ആണ്. മനസ്സിലാക്കണം, ഹജ്ജ് കർമ്മോട്ട് ചെന്നെങ്കിൽ അതിൽ തൗഹീദിന്റെ സന്ദേശമുണ്ട്, അതേപോലെ ഹബീബായ റസൂലിന്റെ ഇത്തിബാ അതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മിനായിൽ ദിൽഹിജ്ജ 8 കഴിച്ചു കൂട്ടി. ദിൽഹിജ്ജ 9-ാമത്തെ ദിവസം, അതൊരു വെള്ളിയാഴ്ച. മനസ്സിലാക്കണം സഹോദരങ്ങളെ, റസൂലിൻ്റെ ഹജ്ജിൻ്റെ, അതായത് ഈ നാളെ മുതൽ നടക്കണ പോകുന്ന ഈ 10 എന്തുകൊണ്ട് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ട് എന്നതിനെ മനസ്സിലാക്കുന്നത് വേണ്ടിയാണ് ഇതൊരു സംക്ഷിപ്തമായ നിലക്ക് ഞാൻ ചൊല്ലുന്നത്. അങ്ങനെ ദിൽഹിജ്ജ 9-ാമത്തെ ദിവസം, അതൊരു വെള്ളിയാഴ്ച ദിവസമായിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിലേക്ക് എത്തി. അറഫ മൈതാനിലേക്ക് എത്തി, അവിടത്തെ റെസ്റ്റ് എടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹറിന്റെ സമയമാവുകയാണ്. ളുഹറിന്റെ സമയമായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബത്നുൽ വാദി ചൊല്ലുന്ന സ്ഥലം, ബത്നുൽ വാദി ചൊന്നെങ്കിൽ ഹജ്ജിക്ക് പോയങ്ങൾക്ക് പിടിക്കും. അവിടെ ഒരു പള്ളിയുണ്ട് അറഫയിൽ. ആ പള്ളി അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിച്ച ബത്നുൽ വാദി ആയിട്ടിക്കറാം ഉണ്ട്. ആ പള്ളി നിലനിൽക്കുന്ന ആ ജാഗ, ആ ബത്നുൽ വാദിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്ര പ്രസിദ്ധമായ, ലോകത്ത് തുല്യതയില്ലാത്ത മാനവികതയുടെ ശബ്ദമായിട്ടിക്കറെ, മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ടിക്കറെ ഒരു മഹത്തായ ഒരു ഖുത്ബത്തുൽ വിദാ എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ആ വിദായി ഭാഷണ അവിടെ വെച്ച് അറഫ മൈതാനിയിൽ വെച്ച് 1,00,000-ൽ അധികം ആളുകളെ സാക്ഷി നിർത്തി ഹബീബായ റസൂൽ അവിടെ ഒരു പ്രസംഗം നിർവഹിക്കുകയാണ്. ദുഹറിന്റെ ആ സമയമായപ്പോൾ ആ പ്രസംഗത്തിന്റെ ചെറിയ ഒരു ഭാഗം ഇപ്പൊ നിങ്ങൾ കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിച്ചു, ഹംദും സ്വലാത്തും എല്ലാം ചൊല്ലിയതിന് ശേഷം ഇസ്ലാമിക പരിപ്ലവമായിട്ടിക്കരെ, ഔപചാരികമായിട്ടിക്കരെ പ്രധാനമായ എല്ലാ ഭാഗങ്ങളിലേക്കും വെളിച്ചം വീശിയ ഒരു മഹത്തായ ഒരു പ്രസംഗമായിരുന്നു. ഇസ്ലാമിന്റെ അലിഫ് മുതൽ യാ വരെയുള്ള എ ടു സെഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഹബീബായ റസൂൽ ആ പ്രസംഗത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി. ആ പ്രസംഗം ഇങ്ങനെ തുടങ്ങിയ, യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇസ്മഉ ഖൗലി, എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. വഅഖിലൂഹു, അത് നിങ്ങൾ കേട്ടെങ്കിൽ മയ്യാവല, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിൽ നിന്നിട്ട് നിങ്ങൾ ഖുദൂ അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നല്ലപോലെ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ജാഹിലിയ കാലത്ത് തന്നെ ഹജ്ജ് നടപ്പിലുണ്ടായിരുന്നു, നിർബന്ധമായി അവർ കണ്ടിരുന്നു. പക്ഷേ ആ ഹജ്ജിനെ അവർ അലങ്കോലപ്പെടുത്തിയിരുന്നു, ശിർക്കും ബിദ്അത്തും എല്ലാം കൂട്ടിച്ചേർത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെ ഹജ്ജ് നിർവഹിച്ചോ, എങ്ങനെ അല്ലാഹു ഇബ്രാഹിം നബിക്ക് പഠിപ്പാട്ടി കൊടുത്തോ, ആ ഹജ്ജാണ് ഇവിടെ സഹാബത്തുക്ക് പഠിപ്പാട്ടുണ്ടു പോകുന്നത്. എന്നിൽ നിന്നിട്ട് ഹജ്ജിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുറു, ലഅല്ലി ലഅൽഖാകും ബഅദ ആമി ഹാദാ, ഒരു പക്ഷേ പണ്ടവർഷ നിങ്ങളുടെ ജൊത്തയായി നിങ്ങളെ ഒട്ടിಗೆ ഇതുപോലെ ഒരു ഹജ്ജ് ചെയ്യണമെന്നൊക്കെ അവസരമുണ്ടായി എന്ന് വരൂല. ഇങ്ങനെ ഒരു ഹജ്ജിക്ക് അവസരമുണ്ടായി എന്ന് വരൂല. അതുകൊണ്ട് നല്ല പോലെ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചൊന്നതിന് പിന്നെ, ഇന്ന ദിമാക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും, നോക്കോറോ, നിങ്ങളുടെ രക്തം അത് നിങ്ങൾ പവിത്രമായി കാണണം, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പവിത്രമായി കാണണം, നിങ്ങളുടെ അഭിമാനം സ്വാഭിമാനം നിങ്ങൾ പവിത്രമായി കാണണം. നിങ്ങൾ രക്തം ചീന്തൊണുകു തീരാ, അന്യവന്റെ സമ്പത്തിനെ അപഹരിക്കണുകു തീരാ, കവർച്ച നടത്തണുകു തീരാ, ദറോടയാക്കണുകു തീരാ, അഭിമാനത്തിന് ക്ഷതം വരുത്തണുകു തീരാ. അത് പവിത്രമാണ്. ഏതുപോലെ ഇണ്ടത്തെ നാള് പോലെ
ഇണ്ടത്തെ നാള് നിങ്ങൾക്ക് പിടിയില്ലേ? ഇത് അറഫ നാളായിട്ടിക്കറ, ഇത് വെള്ളിയാഴ്ച നാളായിട്ടിക്കറ. ഈ മാസം നിങ്ങൾക്ക് പിടിയുണ്ടല്ലോ, ഇത് ദിൽഹിജ്ജ മാസമായിട്ടിക്കറ. ഈ റായ നിങ്ങൾക്ക് പിടിയില്ലേ? ഇത് അല്ലാഹു തആല ആദരിച്ച പവിത്രമാക്കിയ ആണയിട്ട് ചൊന്നതായിട്ടിക്കറ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ, ആ പരിപാവനമായ രാജ്യമായിട്ടിക്കറ. അതുപോലെ നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം നിങ്ങൾ എന്താക്കണം? ജാഗ്രതയോടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഒരുപാട് കാര്യങ്ങളൊക്കെ ചൊന്നതിന്റെ പിന്നെ സ്ത്രീകളെ പറ്റിയും പത്നിമാരെ പറ്റിയും അവരുടെ അവകാശങ്ങളെ പറ്റി, നിങ്ങളുടെ പത്നിമാരുണ്ട് ചെന്നെങ്കിൽ അതിന് ഒരു ഗുലാമരെ പോലെ, ഒരു ദാസിയെ പോലെ നിങ്ങൾ കാണണം കുത്തിയറ. അവർക്ക് അർഹമായ സ്ഥാനം നിങ്ങൾ നൽകണം. എന്നിട്ട് റസൂല് പറഞ്ഞു, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ ولا ليبيض على أسود ولا أسود ولا ليسود على أبيض إلا بالتقوى. ഇവിടെ ആരും ആരമേലും അഭിമാനം ചൊല്ലണ കുത്തിയറ, പോരിശ ചൊല്ലണ കുത്തിയറ. ഒരു അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, അനറബിക്ക് അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വെളുത്തവന് കറുത്തവനേക്കാൾ, കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഞാൻ ഇന്ന കുടുംബക്കാരനാണ്, ഞാൻ ഇന്ന ഗോത്രക്കാരനാണ്, നിന്റെ മുത്താത്ത അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് ഒരു നിലക്കുള്ള ഫഖർ പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ആർക്കുമില്ല. ഇല്ലാ ബിത്തഖ്വാ. ആർക്ക് അല്ലാഹുവോട് ചെമ്മ ഭയഭക്തിയുണ്ടോ, ആര് അല്ലാഹുവിനെ ചെമ്മ പേടിക്കറോ, അവർക്ക് മാത്രമാണ് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. അന്നാസു മിൻ ആദം വ ആദമു മിൻ തുറാബ്. നോക്കറോ, ആദം നിങ്ങളുടെ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ പ്രവാചകൻ മണ്ണിൽ നിന്നാണ്, കേവലം മണ്ണിൽ നിന്നാണ് ഉണ്ടായത് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും പരാമർശിച്ചതിന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലർ നോക്കൂ, എൻ്റെ മരണശേഷം നിങ്ങൾ തിരുത്തപ്പെടുക സാധ്യതയുണ്ടോ, നിങ്ങൾ വഴി പേച്ചു പോകുക സാധ്യതയുണ്ടോ? അതുകൊണ്ട് വഴി തെറുത്തപ്പാതിരിക്കണ ഞാൻ രണ്ട് കാര്യം നിങ്ങളെ മുന്നിൽ തൻ്റെ നിങ്ങളതിനെ കയ്യിൽ മുറുകെ പിടിക്കണം. അത് ഏതായിട്ടിക്കറ? കിതാബുല്ലാഹി വസുന്നതി. അല്ലാഹുവിൻ്റെ കിതാബായിട്ടിക്കറ, നന്റെ ചര്യയായിട്ടിക്കറ. ഇത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ തെറുത്തപ്പെടുകയില്ല. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുറു, വൈകാരികമായ നിലക്കാണ് പിന്നീട് ചൊല്ലുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നോക്കറു, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയുടെ നാളിൽ നിങ്ങളോട് അല്ലാഹു ഒരു ക്വസ്റ്റ്യൻ ആക്കണുകൊണ്ടോ? എന്തിരെ? ആ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ എന്തായിരിക്കും മറുപടി ചൊല്ലുന്നത്? ഫമാ അൻതും ഖായിലൂൻ. എന്താണ് ക്വസ്റ്റ്യൻ? എന്നെ പറ്റി ആയിട്ടിക്കറ് നിങ്ങളോട് അല്ലാഹു തആല ക്വസ്റ്റ്യൻ ആക്കണു പോകുന്നത്. എന്നെ പറ്റി നിങ്ങളോട് അല്ലാഹു തആല ചോദിക്കണു പോകുമ്പോ നിങ്ങളെ മറുപടി, നിങ്ങളെ ജവാബ് എന്തായിരിക്കും? അപ്പോ സഹാബത്ത്, അവിടെ കൂടിയതായിരിക്കുന്ന മുസ്ലിമീങ്ങളായ അനുയായികളെല്ലാം ഏകസ്വരത്തിൽ അങ്ങ് ചൊന്ന പടക്കം എന്തിരെ? നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത റിസാല. ഓ പ്രവാചകരെ, അങ്ങേ അല്ലാഹു തആല ഏൽപ്പിച്ചതായിരിക്കുന്ന ആ ദൗത്യമുണ്ടല്ലേ, അത് പൂർണ്ണമായ നിലക്ക് നിങ്ങൾ ഞങ്ങൾക്ക് എത്തുപാട്ടിയാറ്. നിങ്ങൾക്ക് അല്ലാഹു തആല അമാനത്തായി തന്നതായിരിക്കുന്ന ഈ ദീനുൽ ഇസ്ലാം, അതിനെ നിങ്ങൾ പൂർണ്ണമായി ഞങ്ങൾക്ക് എത്തുപാട്ടിയാറ്. അന്നക ഖദ് ബല്ലഗ്ത നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത റിസാല വഅദൈതൽ അമാന വനസഹതൽ ഉമ്മ വജാഹദത ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ രാപ്പകൽ ഭേദമില്ലാതെ അഹോരാത്രം നിങ്ങൾ ത്യാഗം ചെയ്ത് നബിയെ പരിശ്രമിച്ചു. അങ്ങനെ ചെമ്മ പരിശ്രമിച്ചിട്ടാണ് ആ ദൗത്യം നിങ്ങൾ ഞങ്ങളിലേക്ക് എത്തുപാട്ടിയതുണ്ട്. ഞങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ ചൊല്ലുവാം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ സാക്ഷി നിർത്തുന്നത്. അല്ലാഹുവേ നോക്കൂ, ഈ ചെന്നപ്പുറത്തേക്ക് നീ സാക്ഷിയാണ്. ഇനി നാളെ എന്നോട് ഇതിനെപ്പറ്റി നീ ചെമ്മ ചോദിക്കണു കുത്തിയറ, ഇതെല്ലാം ഇവർ സാക്ഷിയാണ്. അങ്ങനെ ചൊല്ലുര ആ സന്ദർഭത്തിലായിട്ടിക്കറ് മഹാനായ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അവിടത്തേക്ക് ഇറങ്ങി വന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ പരിസമാപ്തി കുറിച്ച അവസാനത്തെ ആയത്ത്
ആയത്തതാ കൊമ്പെന്ന് കൊടുക്കറ എന്തിരെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ നാളിതാ ദീനിതാ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നേ, എൻ്റെ നിഅമത്തിനെ ഞാൻ പൂർത്തീകരിച്ചു തന്നേ, ഇസ്ലാമിനെ ദീനായിട്ട് ഞാനിതാ പൊരുത്തപ്പെട്ടു തന്നേ, ഇസ്ലാമിനെ ദീനായിട്ടിതാ ഞാൻ പൊരുത്തപ്പെട്ടു തന്നെ, ദീനിതാ ഞാൻ പൂർത്തീകരിച്ചു തന്നെ. എന്തിനങ്ങനെ ചൊന്നെങ്കിൽ ദീന് പൂർത്തീകരിച്ചുകൊണ്ട് ചൊന്നെങ്കിൽ എന്തിരെ ഒരു മനുഷ്യനക്ക് ആവശ്യമായ, അവന്റെ നന്മക്ക് ആവശ്യമായ, അവന് സ്വർഗത്തിലേക്ക് കടക്കണക്ക് ആവശ്യമായ, നരകത്തിൽ നിന്നിട്ട് അവൻ അകറ്റപ്പെടണക്ക് ആവശ്യമായ എല്ലാ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പരിഹാരമായതായിരിക്കരെ എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന വേദഗ്രന്ഥം അതിതാ ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. അതിവിടെ ഞാൻ പരിസമാപ്തി കുറിച്ച് ഇനി അതിൽ കൂട്ടണുകില്ല, ഇനി അതിൽ കുറക്കണുകില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതെല്ലാം ആ ഗ്രന്ഥം നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി, അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി ഒരു ശൈഖുകോ, ഇനി ഒരു ഇമാമുകോ, ഇനി ഒരു ഉസ്താദുകോ, ഇനി ഒരു ഖാദികോ, ഇനി ഒരു മുഫ്തികോ ഓർക്കും അതിൽ ഇടപെടേണ്ടതായിരിക്കും ആവശ്യമില്ല. ഒരു മൗലാനക്കും ഒരു ഇമാമുക്കും അതിൽ ഇടപെടേണ്ടുള്ള ആവശ്യമില്ല. അത്രക്കും ഭദ്രമായതായിട്ടിക്കരെ, സുഭദ്രമായതായിട്ടിക്കരെ വേദഗ്രന്ഥമായിട്ടിക്കറ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിലെ പരിസമാപ്തി കുറിച്ചു കഴിഞ്ഞ ആ ദിവസമാണ് അറഫ. മനസ്സിലാക്കണം നിങ്ങൾ, അറഫ ദിവസം ചെന്നെങ്കിൽ അതായിട്ടിക്കരെ നമുക്ക് പിടിയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിക്ക് തുടക്കം കുറിച്ചത് എപ്പോഴായിട്ടിക്കറെ? പരിശുദ്ധ ഖുർആനിക്ക് തുടക്കം കുറിച്ചത് അതൊരു റമദാൻ മാസത്തിലാണ്. നമുക്ക് പിടിയുണ്ടോ? പരിശുദ്ധ ഖുർആനിക്ക് തുടക്കം കുറിച്ചത് റമദാൻ മാസത്തിലായിട്ടിക്കറെ. ആ റമദാൻ മാസത്തിൽ ഒരു പ്രത്യേകമായ രാത്രിയായിട്ടിക്കറെ, 1000 മാസത്തേക്കാളും ഖൈറായതായിട്ടിക്കറെ ലൈലത്തുൽ ഖദ്ർ ഉണ്ട് ചൊല്ലര ഒരു രാത്രി. ആ രാത്രിയിലാണ് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലമി അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടങ്ങരുതായിട്ടിക്കരെ. ഈ 5 ആയത്തുകൾക്ക് തുടക്കം കുറിച്ചത് എപ്പോഴാണ്? രാത്രിയിലാണ്. രാത്രിയുടെ കൂരിരുട്ടിലാണ്, രാത്രിയുടെ കഗ്ഗത്തലയിലാണ്, കാർഗത്തലയിലാണ്. ആ കാർഗത്തലയിൽ ആ ഇരുട്ടിന്റെ ആ അന്തരീക്ഷത്തിലായിട്ടിക്കറെ ആ ഇരുട്ടിനെ എല്ലാം മാറ്റിയും കൊണ്ട് പ്രകാശത്തിന്റെ ഗോപുരമായതായിട്ടിക്കരെ പരിശുദ്ധ ഖുർആനിക്ക് തുടക്കം കുറിച്ചതെങ്കിൽ സൂര്യപ്രകാശം, സൂര്യത്തെ കത്തിജ്വലിക്കുന്ന പ്രോജ്വലമായ സൂര്യനെ സാക്ഷി നിർത്തിയും കൊണ്ട് വിശാലമായി കിടക്കുന്ന അറഫാ മൈതാനിനെ സാക്ഷി നിർത്തിയും കൊണ്ട് ആ പ്രോജ്വലിക്കുന്ന സൂര്യനെ സാക്ഷി നിർത്തിയും കൊണ്ട് ഒരു പകലിലായിട്ടിക്കറെ പരിശുദ്ധ ഖുർആനിക്ക് അവസാനം കുറിക്കുന്നത്, പരിസമാപ്തി കുറിക്കുന്നത്. പ്രകാശത്തിന്റെ ശബ്ദമായ, പ്രകാശത്തിന്റെ ഗോപുരമായ ഇരുട്ടിനെയെല്ലാം തന്നെ വകഞ്ഞു മാറ്റിയ പരിശുദ്ധ ഖുർആനിക്ക് സമാപ്തി കുറിച്ചതായിരിക്കരെ ആ ദിവസമാണ് അറഫ. ഇപ്പൊ നിങ്ങൾക്ക് പിടിയായില്ലേ? പരിശുദ്ധ ഖുർആനിക്ക് തുടക്കം കുറിച്ച ആ രാത്രി കൊണ്ടാണ് റമളാനിലെ അവസാനത്തെ 10 അത്ര വലിയ പ്രാധാന്യം കിട്ടിയതെങ്കിൽ പരിശുദ്ധ ഖുർആനിക്ക് പരിസമാപ്തി കുറിച്ചതായിട്ടിക്കരെ ഒരു പകലായിട്ടിക്കരെ അറഫായുടെ മൈതാൻ, അറഫാ ദിവസം എന്നുള്ളത്. അതുകൊണ്ടാണ് അറഫാക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ജൂതൻ കേക്കറ വന്നിട്ട്, ജൂതനാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ വിളിച്ചിട്ടാണ് കേക്കരുത്. ഇന്നക്കും തഖറഊന ആയതൻ ഫീ കിതാബിക്കും, നിങ്ങളുടെ കിതാബിൽ, നിങ്ങളുടെ മുസ്ഹഫിൽ നിങ്ങൾ ആയത്ത് ഓതാറ്, ഒരായത്തുണ്ട് നിങ്ങളുടെ മുസ്ഹഫിൽ, നിങ്ങളുടെ കിതാബിൽ. ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലതഖദ്നാ ദാലിക ഈദാ, ഞങ്ങളുണ്ടല്ലേ ജൂതന്മാർ, ജൂതന്മാർക്കെങ്കിലും ആ ആയത്ത് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ അണ്ടത്തെ നാളെ പെരുന്നാളാക്കുമായിരുന്നു, ആഘോഷിക്കുമായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്നത് വഹിയായ ഏതായത്തായിട്ടിരിക്കുന്നത്
അപ്പൊ ആ ജൂതൻ ചൊല്ലറയ്യായത്ത് ഓതിയ ഏതായത്ത്? അല്യൗമ അക്മൽതു ലക്കും ആയത്ത് ഓതിയ. അപ്പൊ റളിയല്ലാഹു അൻഹു ചൊന്നുറയ മനുഷ്യ, ആ ആയത്തൊക്കെ ഞങ്ങൾക്കൊരു പ്രത്യേക പെരുന്നാളാക്കേണ്ട ആവശ്യമില്ല. ആ ആയത്ത് അവതീർണമായത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുക്ക് ഏത് സ്ഥലത്ത്, ഏത് സ്പോട്ടിൽ, ഏത് സമയത്ത് അത് ഓരോ മുസ്ലിമുക്കും പിടിയുള്ള കാര്യമായിട്ടിക്കറ. അതൊരു വെള്ളിയാഴ്ച ദിവസമായിട്ടിക്കറ. അതൊരു വെള്ളിയാഴ്ച ദിവസമായിട്ടിക്കര അറഫ എന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂല് ഒട്ടകപ്പുറത്ത് കയറിയ ആ സമയത്ത് അതൊരു വൈകുന്നേരം സൂര്യനെ പ്രോജ്വലിക്കുന്ന സൂര്യനെ സാക്ഷി നിർത്തിയിട്ടായിട്ടിക്കര ആയത്ത് അവതീർണമായത്. ആയത്തിന് പരിസമാപ്തി കുറിച്ച ആയത്തിന് അതുമായി ബന്ധപ്പെട്ടിട്ടായിട്ടിക്കര ഞാൻ വലിയ പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ആഘോഷവും കൂടി നാം ആഘോഷിക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല മറുപടി കൊടുത്തു. ഒരു വലിയ മഹാസംഗമം, മനുഷ്യരുടെ മഹാസംഗമം, അതേ തൽബിയത്തിന്റെ മന്ത്രധ്വനിയുമായിട്ട്, തൽബിയത്തിന്റെ മന്ത്രധ്വനിയുമായി അന്തരീക്ഷത്തിൽ, തൽബിയത്തിന്റെ മന്ത്രധ്വനിയുമായി പാൽക്കടലായി മാറുന്ന ആ അറഫ മൈതാനിനെ സാക്ഷി നിർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ പരിസമാപ്തി കുറിച്ച ആ ആയത്ത് അത് നമുക്ക് എല്ലാവർക്കും പിടിയുള്ള കാര്യമാണെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ജൂതനുക്ക് മറുപടി കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, അറഫ ദിവസമാണത്. ഇനി അറഫായുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാടി തന്ന 1-2 ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആദരിച്ച് ബഹുമാനിച്ച, എല്ലാത്തിനെയും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين فاستغفروه. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد، فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, അറഫ ദിവസത്തിൻ്റെ പ്രാധാന്യം. ദിൽഹിജ്ജ ആദ്യത്തിൻ്റെ 10, ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ നടക്കര 10. അൽ ഹജ്ജു അറഫ, ഹജ്ജ് ഉണ്ട് ചെന്നെങ്കിൽ അത് അറഫാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു. അതേപോലെ തന്നെ ബലിപെരുന്നാൾ, അതിലൊക്കെ നിർവഹിക്കുന്ന ഉളുഹിയ്യത്ത് തുടങ്ങിയ ഒരുപാട് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ദിൽഹിജ്ജയുടെ ആദ്യത്തെ 10 നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുറു, ആ അറഫ ദിവസത്തിൽ ഒരു മനുഷ്യൻ എന്തിനെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യരുത്, ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യരുത്. അതാണ് നാം കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബയെല്ലാം നിർവഹിച്ചതിന് പിന്നെ ദുഹുർ സമയമായിട്ട് തൻ്റെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിട്ട് വാങ്ക് കൊടുക്കണമെന്ന് ചൊല്ലുറു. എന്നിട്ട് വാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. എന്നിട്ട് ദുഹുർ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നീട് ഇഖാമത്ത് കൊടുത്ത് അസ്ർ നിസ്കാരവും മധുര ഒട്ടിക തന്നെ നിസ്കരിച്ചു. എന്ത് അതിനെ ഒട്ടിക്കമേ നിസ്കരിച്ചത്? പിന്നീട് പ്രാർത്ഥനയിൽ ദുആയിൽ മുഴുകുക വേണ്ടിയായിരിക്കരുത്. പ്രാർത്ഥനകൾ അല്ലാഹു തആല സ്വീകരിക്കരുത്. ഓരോ മനുഷ്യനും അവൻ ചെയ്തതായിരിക്കുന്ന തെറ്റിനെ തിരിച്ചറിയണുള്ള സ്ഥലമാണത് അറഫ. അറഫ എന്ത് ആ പേര് വന്ന് പണ്ഡിതന്മാർ ഒരുപാട് കാരണങ്ങളൊക്കെ ചൊല്ലുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരട്ടെ
ഇബ്രാഹിമേ, ജനങ്ങൾക്ക് ഹജ്ജിനായി വിളംബരം ചെയ്യണോട്ടോ അല്ലാഹു തആല കൽപ്പിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയാണല്ലോ ഹജ്ജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല ജിബ്രീലിനെ ഇറക്കിയിട്ട് ഹജ്ജിന്റെ കർമ്മമെല്ലാം തന്നെ പടിപാട്ടി കൊടുത്തു. അങ്ങനെ ഹജ്ജ് എന്തിനേണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നല്ല പോലെ മനസ്സിലായ തിരിച്ചറിഞ്ഞതായിരിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് അറഫ എന്ന പേര് വന്നതുണ്ട് പണ്ഡിതന്മാർ ചൊല്ലും. മറ്റൊന്ന് ഒരുപാട് കാരണങ്ങൾ ചൊല്ലും, ഇതൊക്കെ ഇവിടെ വിശദീകരിക്കുന്ന സമയമില്ല. ഓരോ മനുഷ്യനും അവൻ്റെ തപ്പുകൾ, അവൻ്റെ പാപങ്ങൾ തിരിച്ചറിയുന്ന സ്ഥലമാണ്. റിയലൈസേഷൻ എന്ന അർത്ഥത്തിലാണ് അവൻ അവിടെ വെച്ച് തിരിച്ചറിയുക. അതാണ് അറഫ. അറഫാണ്ട് ചെന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത, പാപം പോലും ചെയ്യാത്ത അല്ലാഹുവിൻ്റെ റസൂൽ ബുൾപുട്ട് രണ്ട് കൈകൾ ഉയർത്തി കൈയിൻ്റെ അടിഭാഗത്തെ കക്ഷം പോലും കാണുമാർ ആ നിലക്ക് ഉയർത്തിയിട്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം ആളുകളെ, ജനങ്ങളെ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കര ഒരു നാളായിട്ടിക്കറ എന്ന് മാത്രമല്ല, ശൈത്താൻ അണ്ടത്തെ നാളിൽ, അറഫായുടെ നാളിൽ അത്രമാത്രം സങ്കടപ്പെടരെ, അത്രമാത്രം കോപാകുലനാവരെ, കോപിഷ്ടനാവരെ, നിന്ദ്യനാവരെ, നിസ്സാരനാവരെ, തലയിൽ മണ്ണിട്ട് വാവിട്ട് പുൾപ്പെട്ട് ഓടുന്ന ദിവസമായിട്ട് അറഫാ ദിവസമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിപാട്ടത്. പ്രിയമുള്ളവരെ, അത്രമാത്രം പ്രാധാന്യമുള്ള ദിവസമാണ്. പരിശുദ്ധ ഖുർആനിക്ക് പരിസമാപ്തി കുറിച്ച ദിവസമാണ് ലൈലത്തുൽ ഖദർ. അല്ലേ, ലൈലത്തുൽ ഖദറിലൊക്കെ നാം ഹയാത്താക്കര. എന്തിനു വേണ്ടി? അന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. 1000 മാസത്തിനേക്കാളും ഹൈറാണ്. എന്തേ? അണ്ട് ഖുർആനിക്ക് തുടക്കം കുറിച്ചതായിട്ടിക്കരെ, രാത്രിയായിട്ടിക്കറ്. ഇത് ഖുർആനിക്ക് പരിസമാപ്തി കുറിച്ച ദിവസമായിട്ടിക്കറ്. അതുകൊണ്ട് അല്ലാഹു തആല ഈ ഉമ്മത്തിക്ക് ഒരു രാത്രിയും ഒരു പകലും പ്രദാനം ചെയ്ത ഇത് വലിയ ഒരു നിഅമത്താണ്. അണ്ടത്തെ നാളിൽ നാം പ്രാർത്ഥനയിൽ മുഴുകണം, നോമ്പ് നോൽക്കണം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് സുന്നത്താക്കി കൽപ്പിച്ച നോമ്പാണ്. ഹാജിമാർക്കത് സുന്നത്തില്ല. കാരണം എന്തേ? അവർക്ക് പ്രാർത്ഥനയിൽ മുഴുകണക്ക് വേണ്ടി നോമ്പ് തോറ്റാൽ പിന്നെ അവർക്ക് സാധിക്കില്ല. അവർക്ക് സുന്നത്തില്ല. ഹാജിമാർക്ക്, ഹജ്ജ് ചെയ്യുന്നവർക്ക്, ഹാജിമാർക്ക് എന്തെങ്കിലും ഹജ്ജ് ചെയ്തിപ്പോൾ രാജ്യത്തൊരു ഹാജിമാരുണ്ടല്ലോ, അങ്ങനെ വിചാരിക്കണ്ട. ഹജ്ജ് ചെയ്യരങ്ങോ, അവർക്ക് സുന്നത്തില്ല. അവിടെ അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് നോക്കാതിരിക്കണക്ക് വേണ്ടി പരസ്യമായ നിലക്ക് ഒട്ടകത്തിൽ കയറിയുണ്ട്. അറഫാ ഒലിമ്പാമത്തെ ദിവസം പാല് കുടിച്ചു. ഹദീസിൽ കാണാം. എന്തേ? നോമ്പ് തോൽക്കരുത്. കണ്ട് അന്ന് നോമ്പ് തോൽറ്റാൽ അവർക്ക് പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം സാധിക്കാല. നോമ്പ് കുടിച്ചിട്ട് ഇവിടെ റായത്തുള്ള അങ്ങോ അണ്ടത്തെ ദിവസം നോമ്പ് തോൽക്കണം. 2 വർഷത്തെ പാപത്തെ പൊറുപ്പിക്കാൻ പര്യാപ്തമായ നോമ്പാണ് അറഫായുടെ നോമ്പ് ചെല്ലുന്നത്. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അതേപോലെ തന്നെ ഉളുഹിയ്യത്തിൻ്റെ കാര്യം ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദമായി വാർത്തയിലൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇപ്പം തന്നെ അതിന് തയ്യാറാകണം. ഉളുഹിയ്യത്ത് ഇറക്കുന്നത് ഉദ്ദേശിക്കുന്ന എല്ലാവരും ഞങ്ങളെ നഖം, ഞങ്ങളെ ഉഗുറു, ഞങ്ങളെ മുടി, ചർമ്മമെല്ലാം തന്നെ ഉളുഹിയ്യത്ത് അറുക്കുന്നത് വരെ എടുക്കാതിരിക്കലാണ് നല്ലത്. ഹദീസിൽ വന്നിട്ടുള്ളത് പ്രവാചകൻ ഒരു സുന്നത്താണ്, നല്ലതാണ്. അതേപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത്യാവശ്യമായ കഴിവുള്ളവരൊക്കെ ആ ഉളുഹിയ്യത്ത് നിർവഹിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സുന്നത്താണ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പാട്ടിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ സുന്നത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ ഹയാത്താക്കിയിട്ട് റസൂലിൻ്റെ ഉമ്മത്തികളായ നാമും ഹയാത്താക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതുക്കുള്ള എല്ലാ വ്യവസ്ഥയും ഏർപ്പാടും ഇവിടെ ഈ പള്ളിയിലുണ്ട്. ഒരാൾക്ക് ഷെയർ ചേർന്നിട്ട് കൂടണ പറ്റുന്നെങ്കിൽ 5500 രൂപയാണ്. 5500 റുപ്പീസാണ് ഒരു ഷെയർ ഉള്ളത്. അപ്പോൾ അതിനുള്ള എല്ലാ വ്യവസ്ഥകളും നമ്മുടെ പള്ളിയിലുണ്ട്. ആ ഉളുഹിയ്യത്ത് അറുക്കണക്ക് തയ്യാറാകുന്നവർ അതിൻ്റെ ആ റെസീറ്റ് വാങ്ങിയിട്ട് ആ തുക കൊടുത്തിട്ട് അതിലൊരു ഷെയർ എടുക്കണോട്ട് ഞാൻ എല്ലാവരുടെയും ആവശ്യപ്പെടരെ. അതേപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാർ ഉണ്ട്. നമ്മുടെ പള്ളിയുടെ കളക്ഷനായി ടിക്കർ എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. വെള്ളിയാഴ്ച ദിവസമാണ്, നിങ്ങൾക്ക് ചൊല്ലേണ്ട ആവശ്യമില്ല. ഖൈറുല്ലയ്യാം അല്ലാഹുവിൻ്റെ റസൂൽ ചെന്ന ദിവസങ്ങളിൽ ഖൈറായ നാളായിട്ടിക്കർ, സദഖക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ടിക്കര ദിവസമാണ്. ഉദാരമായ നിലക്ക് ഓരോരുത്തരും അല്ലാഹുവിനെ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യണം. ദ്വാരക്കണക്ക് വേണ്ടി കുറേ ആളുകൾ ചൊന്നുറു. അതിലൊന്നൊരു ചെറുപ്പക്കാരന് വേണ്ടി ആദിർ മുഹമ്മദ് ചൊല്ലുന്ന ചെറുപ്പക്കാരൻ മാസങ്ങളായി ആശുപത്രിയിൽ വളരെ പ്രയാസപ്പെട്ട സങ്കടം അനുഭവിക്കുന്ന പ്രത്യേകമായി പ്രാർത്ഥിക്കണക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചൊന്നുറു. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ ചെറുപ്പക്കാരൻ്റെ രോഗം എന്താണ് എന്ന് അള്ളാഹുവെ നീ അറിയുന്നവനാണ്. അള്ളാഹുവെ നീ മാത്രമാണ് രോഗങ്ങൾക്ക് ശിഫ നൽകുന്നവൻ. യാ അല്ലാഹ്, ആ സഹോദരൻ്റെ രോഗം, അതേപോലെ തന്നെ രോഗിയായി കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ രോഗങ്ങൾ, അതേപോലെ നമ്മുടെ ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ ആരൊക്കെ രോഗിയായി കഴിയുന്നുവോ, ഇവിടെ ഈ മഹത്തായ ഈ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകളിൽ പല വിധത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീ നീക്കിക്കൊടുക്കണമല്ലാ. രോഗങ്ങൾ നീ പെട്ടെന്ന് ആജിലായ നിനക്ക് നീ ശിഫ നൽകണമല്ലാ. നിൻ്റെ ത്വാഅത്തിലായി പൂർണ്ണമായ ആഫിയത്തോടെ സിഹത്തോടെ നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.